നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. പാർട്സ് ഓഫ് സ്പീച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത വിഭാഗമായിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഡ്ജക്റ്റീവ്സിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് എന്ന് നോക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം എന്നാണ് അർത്ഥം. ഒരു നാമത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പദത്തിനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. അഡ്ജക്റ്റീവിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ മനസ്സിലാവും. ADJECTIVE അതാണ് അഡ്ജക്റ്റീവിൻ്റെ സ്പെല്ലിംഗ്. ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെയോ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെയോ വിശദീകരിക്കുന്ന പദം, അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഇപ്പോൾ പേന എന്ന് പറയുന്ന ഒരു നൗണ്, ആ പേനയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ് വലിയ പേന, അല്ലെങ്കിൽ കറുത്ത മഷിയുള്ള പേന, അല്ലെങ്കിൽ വൈറ്റ് പേന, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന വിശേഷണത്തെയാണ് നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ അഡ്ജക്റ്റീവിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിനുശേഷം അതിൻ്റെ വ്യത്യസ്തമായ വിഭാഗങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് നടക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഹാപ്പി, സന്തോഷവാനായ. സാഡ്, ദുഃഖിതനായ അല്ലെങ്കിൽ ദുഃഖിതമായ എന്നൊക്കെ പറയാം. ബിഗ്, വലിയ. അതുപോലെ സ്മോൾ, ചെറിയ. ഫാസ്റ്റ്, വേഗത്തിലുള്ള. ജെൻറ്റിൽ, ശാന്തനായ അല്ലെങ്കിൽ സൗമ്യനായ എന്നൊക്കെ അർത്ഥം. സ്ലോ, പതുക്കെയുള്ള. ഹോട്ട്, ചൂടുള്ള. കോൾഡ്, തണുപ്പുള്ള. ബ്യൂട്ടിഫുൾ, സുന്ദരമായ അല്ലെങ്കിൽ സുന്ദരിയായ, അങ്ങനെയൊക്കെ പറയാം. അഗ്ലി എന്ന് പറഞ്ഞാൽ മോശമായ അല്ലെങ്കിൽ വിരൂപനായ എന്നൊക്കെ അർത്ഥമുണ്ട്. നോയ്സി എന്ന് പറഞ്ഞാൽ ശബ്ദമാനമായ അതുപോലെ ഒച്ചയുണ്ടാക്കുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയാലുവായ. ഫണ്ണി, തമാശക്കാരനായിട്ടുള്ള. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ചുറുചുറുക്കുള്ള അതുപോലെ വൃത്തിയുള്ള എന്നർത്ഥമുണ്ട്. പിന്നെ ബ്രേവ്, ധീരനായിട്ടുള്ള. പിന്നെ ധീരമായ എന്നൊക്കെ പറയാം. ക്ലവർ എന്ന് പറഞ്ഞാൽ വിരുതുള്ള, മിടുക്കുള്ള എന്നൊക്കെ അർത്ഥം. കൗശലക്കാരനായ എന്നൊക്കെ പറയാം. അതുപോലെ പൊളൈറ്റ്, മര്യാദയുള്ള. പിന്നെ ക്ലീൻ, വൃത്തിയുള്ള. ഡേർട്ടി, അഴുകിയ എന്നൊക്കെ പറയാം. ഹാർഡ്, കട്ടിയുള്ള. സോഫ്റ്റ് ആയിട്ടുള്ള. ഹാർഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സോഫ്റ്റ്. ലൗഡ്, ഉച്ചത്തിലുള്ള. ആംഗ്രി, ദേഷ്യക്കാരനായ, ദേഷ്യത്തിലുള്ള എന്നൊക്കെ പറയാം. അതുപോലെ ക്വയറ്റ്, സൗമ്യനായിട്ടുള്ള. ടേസ്റ്റുള്ള. ബോറിങ്, വിരസമായ. എക്സൈറ്റിംഗ്, ആവേശജനകമായ. ഹോണസ്റ്റ്, സത്യസന്ധനായ. കാം, ശാന്തനായ. ഇതൊക്കെ ഓരോ പദങ്ങളാണ്, അഡ്ജക്റ്റീവ്സിൻ്റെ പദങ്ങളാണ്. ഇനി നമുക്ക് അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാറ്റഗറൈസേഷനാണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഡ്ജക്റ്റീവ്സ് പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദം. ഉദാഹരണത്തിന്, അവൻ എന്നേക്കാൾ വലുതാണ്, അവൻ എന്നേക്കാൾ വളരെ വലുതാണ്, അവൻ ഇവനോട് നോക്കുമ്പോൾ അവന് താരതമ്യേന വലുതാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഓരോ രീതിയിലാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രക്ചറുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ അത് പഠിക്കാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ 3 ഐറ്റമാണ്. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ, രണ്ടാമത്തേത് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ, മൂന്നാമത്തേത് സൂപ്പർലെറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അപ്പോൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലെറ്റീവ് ഇങ്ങനെയാണ് വരിക. ഏതൊരു അഡ്ജക്റ്റീവിനും ഈ 3 കമ്പാരിസൺ ഡിഗ്രികളുണ്ടാവും. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഉദാഹരണം നോക്ക്. സാന്തന ഈസ് ടോൾ. പോസിറ്റീവ് ഡിഗ്രി സാന്തന ഈസ് ടോൾ എന്നാണ്. സാന്തന നീളമുള്ളവളാണ്. ഇനി നോക്കൂ, സാന്തന അടുത്തതിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുമ്പോൾ സാന്തന ഈസ് ടോളർ ദാൻ ബ്രിട്ടാനി. ബ്രിട്ടാനിയേക്കാൾ നീളമുള്ളവനാണ് ആര്? സാന്തന. അപ്പോൾ ഒരു കമ്പാരിസൺ അവിടെ വന്നു. ബ്രിട്ടാനി എന്നുള്ള ആളും സാന്തന എന്നുള്ള ആളും തമ്മിലുള്ളൊരു താരതമ്യം വന്നു അവിടെ. അപ്പോൾ ഈ താരതമ്യത്തിന് ഉപയോഗിക്കുന്ന ഡിഗ്രിയാണ് കമ്പാരറ്റീവ് ഡിഗ്രി. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും ഏറ്റവും മികച്ചത് എന്നുള്ള അർത്ഥമാണ്. ഈ പറയുന്ന പദത്തിൽ ഏറ്റവും ടോപ്പിലുള്ള ആളാരാണോ അയാൾക്കാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. ആ ഉദാഹരണമാണ് നോക്കുക. സാന്തന ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ ദി ഗേൾസ്. സാന്തനയാണ് ദ ടോളസ്റ്റ്, ഏറ്റവും നീളമുള്ള ആൾ, ഓഫ് ദി ഓൾ ഗേൾസ്, എല്ലാ ഗേൾസിൽ നിന്നും. അപ്പോൾ ഇവിടെ എന്തായി? ഒന്ന് ടോൾ, നീളമുള്ള ആൾ എന്നർത്ഥം.
മറ്റേത് ടോളർ എന്നാണ് ഉപയോഗിച്ചത്. ടോളർ എന്ന് പറഞ്ഞാൽ താരതമ്യേന നീളമുള്ള ആൾ, ടോളസ്റ്റ് ഏറ്റവും നീളമുള്ള ആൾ. ഇങ്ങനെ ഈ 3 ഡിഗ്രീസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഗ്രീസിനാണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അഡ്ജക്റ്റീവിൽ സർവ്വമാണ്, അതിലെല്ലാത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ടോൾ, ടോളർ, ടോളസ്റ്റ് അങ്ങനെയാണ് വരിക. ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ ബിഗ് എന്ന് പറഞ്ഞു, ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഈ സ്മോളർ എന്ന് പറയുന്ന, അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്ന ആ വിഭാഗം, അത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. മറ്റേത് ഏറ്റവും ടോപ്പിലുള്ളത് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അടുത്ത ഉദാഹരണം, ഷീ ഈസ് പ്രറ്റി, അവൾ സുന്ദരിയാണ്. ഇനി അടുത്ത് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഷീ ഈസ് പ്രറ്റിയർ ദാൻ ഹെർ സിസ്റ്റർ, അവൾ അവളുടെ സിസ്റ്ററേക്കാൾ സുന്ദരിയാണ്. അപ്പോൾ അവിടെ കമ്പാരിസൺ വന്നു, അപ്പോൾ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചത്. ഇനി ഷീ ഈസ് ദ പ്രറ്റിയസ്റ്റ്, അവളാണ് ഏറ്റവും സുന്ദരി. ഇനി അടുത്തത്, സാം ഈസ് ഇൻ്റലിജൻറ്റ്, സാം ആണ് ബുദ്ധിമാൻ. അടുത്തത്, സാം ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ ടീന, ടീനയേക്കാൾ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളത് ആരാണ്? സാം ആണ്. അവിടെ മോർ ഇൻ്റലിജൻറ്റ്, മോർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് പഠിക്കാനുണ്ട് എങ്ങനെയാണ് എല്ലാത്തിനും ഒരേപോലെ. നേരത്തെ ടോളർ എന്ന് ERഉം അല്ലെങ്കിൽ EST ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല, ഡിഗ്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോന്നിനും ഓരോ ആയ രൂപങ്ങളുണ്ട്, അതിനൊരു ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇനി അടുത്തത് നോക്കൂ, സാം ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, അവിടെ മോസ്റ്റ് എന്നാണ് കൊടുത്തത്. ഇവിടെ മോർ കൊടുത്തു, മറ്റൊരിടത്ത് മോസ്റ്റ് എന്ന് കൊടുത്തു. ഏറ്റവും ബുദ്ധിമാനായ കിഡ് ഇൻ ക്ലാസ്സിൽ. ഇനി ഫുഡ് ഹിയർ ഈസ് ആസ് ഗുഡ് ആസ് അതർ റെസ്റ്റോറൻറ്റ് ഈസ് ഇൻ ദി സിറ്റി, ഇവിടെയുള്ള ഭക്ഷണം മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോലെ തന്നെ അത്ര നല്ലതാണ്. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി താരതമ്യം ചെയ്യുമ്പോൾ പറയേണ്ടത് ഗുഡ് എന്നല്ല, ബെറ്റർ എന്നാണ് പറയുക. അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ബെറ്റർ എന്നാണ്. ഫുഡ് ഹിയർ ഈസ് ബെറ്റർ ദാൻ ദ അതർ റെസ്റ്റോറൻറ്റ്സ് ഇൻ ദി സിറ്റി, സിറ്റിയിലുള്ള മറ്റ് റെസ്റ്റോറൻറ്റുകളേക്കാൾ താരതമ്യേന നല്ല നിലവാരമുള്ള ഫുഡാണ് ഇവിടുത്തേത്. ഇനി ഏറ്റവും നല്ല ഫുഡാണ് ഇവിടുത്തേതെന്ന് പറയാൻ ബെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഗുഡ് എന്നുള്ളതിൻ്റെ ഗുഡർ, ഗുഡസ്റ്റ് എന്നല്ല, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നാണ്. ഇപ്പോൾ ബാഡ് എന്ന് പറഞ്ഞു, ബാഡ് എന്നുള്ളതിന് എന്താ പറയുക? ബാഡ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് എന്താണ്? വേഴ്സ് എന്നാണ്. വേഴ്സ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. സൂപ്പർലെറ്റീവ് എന്താണ്? വേഴ്സ്റ്റ് എന്നാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് കാണാതെ പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ വ്യത്യസ്തമായ ടൈപ്പുകൾ. അതിന് മുമ്പ് കുറച്ച് ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഹി ഈസ് സ്മാർട്ട്, അവൻ സ്മാർട്ടാണ്. ഇനി ഹി ഈസ് സ്മാർട്ടർ ദാൻ ഗീത, ഗീതയേക്കാൾ താരതമ്യേന സ്മാർട്ടാണ്. ഹി ഈസ് ദ സ്മാർട്ടസ്റ്റ്, അവനാണ് ഏറ്റവും സ്മാർട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഈ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദ ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ അതർ ബുക്സ് ഐ ഹാവ് റെഡ്, ഞാൻ വായിച്ച മറ്റ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പുസ്തകം. അവിടെ മോർ ഇൻട്രസ്റ്റിംഗ് എന്നാണ് കൊടുത്തത്. അപ്പോൾ അപ്പുറത്ത് എന്തായിരിക്കും? മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് എന്നാവും. ദ ബുക്ക് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് എന്നർത്ഥം. ഇനി റിനീത്ത ഹാസ് എ ബിഗ് ഹൗസ്, റിനീറ്റക്ക് ഒരു വലിയ വീടുണ്ട്. അപ്പുറത്ത് ബിഗ്ഗർ ഹൗസ് എന്നാണ്, സീനയേക്കാൾ ബിഗ്ഗർ ആയിട്ടുള്ള ഹൗസ് ഉണ്ട്. അപ്പം മറ്റേടത്ത് ദ ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ, ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ഇനി ഇവിടെ ദ ഡ്രസ്സ് ഇൻ ദി ബൊട്ടീക്ക് ആർ എക്സ്പെൻസീവ്, ബൊട്ടീക്കിലെ ഡ്രസ്സുകൾ എക്സ്പെൻസീവ് ആണ്, നല്ല വിലയുള്ളതാണ്. താരതമ്യേന വിലയുള്ളതാണെന്ന് അങ്ങനെ പറയാം, മോർ എക്സ്പെൻസീവ് എന്നാണ് പറയുക. ഏറ്റവും എക്സ്പെൻസീവ് ആണെന്നുള്ളതിന് മോസ്റ്റ് എക്സ്പെൻസീവ്. ഇനി ദ വെദർ ടുഡേ ഈസ് ബാഡ്, ഇന്നത്തെ കാലാവസ്ഥ ബാഡാണ്. ബാഡ് എന്നുള്ളതിന് അതിൻ്റെ വേഴ്സ് എന്നാണ്, നേരത്തെ പറഞ്ഞു വേഴ്സ് എന്നാണ് വരിക കമ്പാരിറ്റീവിൽ. സൂപ്പർലെറ്റീവ് ആകുമ്പോൾ വേഴ്സ്റ്റ് എന്നാണ് വരിക. ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ ഉദാഹരണങ്ങൾ മുഴുവൻ അർത്ഥം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കവിടെ ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രം. ഇനി മൈ ഫ്രണ്ട് ബിന്ദു ലുക്സ് ഹാപ്പി, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബിന്ദു നല്ല ഹാപ്പിയാണ്. ഇനി അപ്പുറത്ത് എന്താണ് വരിക? ഹാപ്പിയർ. അതിൻ്റെ അപ്പുറത്ത് സൂപ്പർലെറ്റീവ് ഹാപ്പിയസ്റ്റ് എന്നാണ് വരിക. അപ്പോൾ ഈ സൂപ്പർലെറ്റീവ് ഡിഗ്രി, അതുപോലെ കമ്പാരിറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി, ഇങ്ങനെ 3 ഡിഗ്രികൾ അഡ്ജക്റ്റീവ്സിൽ സർവ്വസാധാരണമാണ്. ഇനി ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ലിസ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6 രീതിയിലുള്ള കമ്പാരിസൺ ഡിഗ്രി ഉണ്ടാവും. അതെന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഓരോന്ന് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ER കൊടുക്കും. ഇപ്പോൾ ബിഗ്ഗർ എന്ന് പറഞ്ഞു, സ്മാളർ, ടോളർ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ സൂപ്പർലെറ്റീവിൽ EST കൊടുക്കും, ബിഗ്ഗസ്റ്റ്, ടോളസ്റ്റ്, സ്മാളസ്റ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഉദാഹരണങ്ങൾ.
അതിൽ തന്നെ 2 ടൈപ്പുള്ള ER-EST കൊടുത്തിട്ടുള്ള മറ്റൊരു ടൈപ്പാണ് പിന്നീടുള്ളത്. പിന്നെ RST അവസാനത്തിൽ ഈ ചെന്ന് അവസാനിക്കുന്ന അവിടെ ആറും അതുപോലെ STയും കൊടുത്തിട്ട് അവസാനിക്കുന്നുണ്ട്. പിന്നെ ഇയർ IER IEST അങ്ങനെ കൊടുത്തിട്ടുള്ളതുണ്ട്. പിന്നെ മോസ്റ്റ് കൊടുത്തുകൊണ്ടുള്ളതുണ്ട്. പിന്നെ ഇറഗുലർ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, ഇതേപോലെ എഴുതി വെച്ചാൽ മതി. അപ്പം നമുക്ക് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 ആണ് നമ്മൾ പറഞ്ഞത്. ടൈപ്പ് 1 എന്താണ്? ER-EST കൊണ്ട് അവസാനിക്കുന്നതാണ് ടൈപ്പ് 1 എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. തിൻ, ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ എന്നർത്ഥം. തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, കനം കുറഞ്ഞ എന്നർത്ഥം. തിന്നർ, തിന്നസ്റ്റ്. ഇത് ഉദാഹരണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. അതുപോലെ ഫാറ്റർ, ഫാറ്റസ്റ്റ്, തടിച്ച എന്നർത്ഥം. ഡിം എന്ന് പറഞ്ഞാൽ മങ്ങിയ, ഇരുണ്ട എന്നൊക്കെ അർത്ഥം. ഡിമ്മർ, ഡിമ്മസ്റ്റ്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും സ്പെല്ലിങ് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഡിം എന്നുള്ളടത്ത് ഒരു M ഉള്ളൂ. ഡിമ്മർ എന്നാകുമ്പോൾ അവിടെ 2 M ഉണ്ട്. ഡിമ്മസ്റ്റിലും 2 M ഉണ്ട്. ഹോട്ടർ, ചൂടുള്ള. ഹോട്ടസ്റ്റ് അവിടെ 2 T വന്നിട്ടുണ്ട്. സാഡർ അവിടെ 2 T ഉണ്ട്. സാഡസ്റ്റ്. സ്ലിം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്നർത്ഥം. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിതനായ. സ്ലിം മെലിഞ്ഞ, ചെറിയ എന്നർത്ഥമുണ്ട്. സ്ലിമ്മർ, സ്ലിമ്മസ്റ്റ്. റെഡ് ചുവന്ന. റെഡസ്റ്റ് അവിടെയൊക്കെ 2 D വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് 1ൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ. അപ്പോൾ ടൈപ്പ് 1ൽ നമുക്ക് എല്ലാത്തിൻ്റെയും അവസാനത്തിലുള്ള അക്ഷരം ഒരു ലെറ്റർ ഒന്നുകൂടെ കൂട്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ. ഇനി ടൈപ്പ് 2ൽ നേരെ ഒരു ER-EST കൂട്ടി കൊടുത്താൽ മാത്രം മതി. അതാണ് ടൈപ്പ് 2. ഇപ്പോൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന, തെളിച്ചമുള്ള എന്നർത്ഥം. അവിടെ ER മാത്രം കൂട്ടി കൊടുക്കുന്നു. ബ്രൈറ്റർ. നേരത്തെ ഉള്ള പോലെ 2 അക്ഷരം കൂട്ടി കൊടുത്തിട്ടില്ല. ബ്രൈറ്റസ്റ്റ്, ഏറ്റവും തെളിച്ചമുള്ള. ബ്രൈറ്റർ എന്ന് പറഞ്ഞാൽ താരതമ്യേന വെളിച്ചമുള്ള. ഇനി ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എന്നർത്ഥം. താരതമ്യേന ചെറിയ ഷോർട്ടസ്റ്റ്. ഇവിടെയൊക്കെ ER-EST കൂട്ടി കൊടുത്തിട്ടുള്ളൂ. വീക്ക് പറഞ്ഞാൽ ക്ഷീണിച്ച എന്നർത്ഥം. വീക്കർ, വീക്കസ്റ്റ്. ലോങ്, ദീർഘമായ. ലോങ്ങർ, ലോങ്ങസ്റ്റ്. സ്മാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ചുറുചുറുക്കുള്ള. സ്മാർട്ടസ്റ്റ്. കൂൾ, തണുത്ത. കൂളർ, കൂളസ്റ്റ്. ഇതാണ്. ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഡാർക്ക് ഇരുണ്ട. ഡാർക്കർ, ഡാർക്കസ്റ്റ്. അതുപോലെ സ്മോൾ, ചെറിയ. സ്മോളർ, സ്മോളസ്റ്റ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്നർത്ഥം. ബോൾഡർ, ബോൾഡസ്റ്റ്. ക്ലവർ, ബുദ്ധിശാലിയായ. ക്ലവറർ, ക്ലവറസ്റ്റ്. ഹൈ, ഉയർന്ന. ഹയർ, ഹയസ്റ്റ്. ടോൾ, നീളമുള്ള. ടോളർ, ടോളസ്റ്റ്. സ്വീറ്റ്, മധുരമുള്ള. സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. ഡീപ്പ്, ആഴമുള്ള. ഡീപ്പർ, ഡീപ്പസ്റ്റ്. ഇതൊക്കെ ഈ സൂപ്പർലെറ്റീവിൻ്റെ ST കൂട്ടി കൊടുത്താൽ ഏറ്റവും എന്നുള്ള അർത്ഥം വരും. അതുപോലെ റിച്ച്, സമ്പന്നമായ അല്ലെങ്കിൽ സമ്പന്നനായ. റിച്ചർ, റിച്ചസ്റ്റ്. ഫാസ്റ്റ്, വേഗതയുള്ള. ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള എന്നർത്ഥം. തിക്കർ, തിക്കസ്റ്റ്. ഗ്രേറ്റ്, വലിയ. ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. അതുപോലെ കൈൻഡ്, ദയയുള്ള. കൈൻഡർ, കൈൻഡസ്റ്റ്. ചീപ്പ്, വില കുറഞ്ഞ. ചീപ്പർ, ചീപ്പസ്റ്റ്. യങ്, ചെറുപ്പക്കാരനായിട്ടുള്ള. യങ്ങർ, യങ്ങസ്റ്റ്. ഫാസ്റ്റ്, വേഗതയുള്ള. ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. അതുപോലെ സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ തടിച്ച എന്നർത്ഥം. സ്റ്റൗട്ടർ, സ്റ്റൗട്ടസ്റ്റ്. ബ്ലാക്ക്, കറുത്ത. ബ്ലാക്കർ, ബ്ലാക്കസ്റ്റ്. സ്ലോ ആയിട്ടുള്ള. സ്ലോവർ, സ്ലോവസ്റ്റ്. ടൈറ്റർ, ടൈറ്റസ്റ്റ്. ക്വിക്ക് എന്ന് പറഞ്ഞാൽ വേഗത്തിലുള്ള എന്നർത്ഥം. ക്വിക്കർ, ക്വിക്കസ്റ്റ്. അതുപോലെ നാരോ, ഇടുങ്ങിയ. നാരോവർ, നാരോവസ്റ്റ്. ബ്രോഡ്, വിശാലമായ. ബ്രോഡർ, ബ്രോഡസ്റ്റ്. അപ്പോൾ ഇതാണ് ടൈപ്പ് 2ൻ്റെ ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഈ ക്ലാസ്സിലെല്ലാം അത്യാവശ്യം എഴുതിയെടുക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് 3 മുതൽ പഠിച്ചു തുടങ്ങാം. അപ്പോൾ അഡ്ജക്റ്റീവ് കുറച്ച് വലിയ ഭാഗമാണ്, അത് നന്നായിട്ട് കാണാതെ പഠിക്കണം. വിശദമായിട്ട് പഠിക്കുക തന്നെ വേണം. ഒരിക്കലും ഒരു വാക്ക് പോലും നിങ്ങൾ വിട്ടു പോകരുത്. കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ നെറ്റിലൂടെ നോക്കി കണ്ടെത്തി പഠിക്കുകയും ചെയ്യുക. താങ്ക് യു.